പ്രിയപ്പെട്ടവരെ, 2025 ജൂബിലി വർഷം തീർത്ഥാടനങ്ങൾ നടത്തണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൻ പ്രകാരം നമ്മുടെ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തീർത്ഥാടനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. 2024 ഡിസംബർ മാസം ചെമ്പേരി ലൂർദ് മാത ബസലിക്കയിലേക്ക് നമ്മൾ നടത്തിയ തലശ്ശേരി അതിരൂപത പ്രഥമ മരിയൻ തീർത്ഥാടനം വലിയ ദൈവാനുഭവത്തിൻ്റെയും ആത്മീയ ഉണർവിൻ്റെയും അവസരമായിരുന്നു. കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, പനത്തടി, മാലോം, വെള്ളരിക്കുണ്ട് എന്നീ 5 ഫൊറോനകളിലെ ഇടവകളുടെ പ്രത്യേക പങ്കാളിത്തത്തോടുകൂടി പനത്തടി സെൻറ്റ് ജോസഫ് ഫൊറോന തീർത്ഥാടന ദേവാലയത്തിലേക്ക് യൗസേപ്പിതാവിൻ്റെ നാമത്തിൽ ഒരു തീർത്ഥാടനം നമ്മൾ ഈ വരുന്ന 2025 മാർച്ച് മാസം 18-ാം തീയതി രാത്രി സംഘടിപ്പിക്കുകയാണ്. യൗസേപ്പിതാവിനോടുള്ള ഭക്തി സവിശേഷമാവിധം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പോലെ തന്നെ മലബാർ കുടിയേറ്റക്കാരായ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമായി യൗസേപ്പിതാവിനോടുള്ള ഭക്തി നമുക്കുണ്ട്. തിരുസഭയുടെ കാവൽക്കാരനും ഈശോയുടെ വളർത്തുപിതാവുമായ യൗസേപ്പിതാവാണല്ലോ നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥൻ. പ്രത്യേകിച്ച് കുടിയേറ്റത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഇല്ലായ്മകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മുടെ കാരണവന്മാർ യൗസേപ്പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മുടെ അതിരൂപതയ്ക്കും നമ്മുടെ കുടിയേറ്റ പ്രദേശങ്ങളുടെ വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ തീർത്ഥാടനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് യൗസേപ്പിതാവിനോടുള്ള ആ ഭക്തി പ്രകടിപ്പിക്കാനാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ യൗസേപ്പിൻ്റെ പക്കലേക്ക് ചെല്ലുവിൻ. ഈജിപ്തിൻ്റെ പ്രതിസന്ധിയിൽ ഫറവോ ആളുകളോട് പറയുന്നത് പൂർവ്വ ജോസഫിൻ്റെ പക്കലേക്ക് ചെല്ലാനാണ്. ആ ഓർമ്മ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപത പ്ലാറ്റിനം ജൂബിലിയിലേക്ക് ഒരുങ്ങുമ്പോൾ യൗസേപ്പിതാവിൻ്റെ പക്കലേക്ക് വീണ്ടും തിരിയാനുള്ള അവസരമാണിത്. തീർത്ഥാടനങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഉദ്ദേശിക്കുന്നത് ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊരു രാത്രി മുഴുവൻ ജപമാല ചൊല്ലി നടക്കുമ്പോൾ ത്യാഗത്തോടെ നമ്മൾ എടുത്തു വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർക്കുകയും ദൈവത്തോടൊപ്പം നടക്കേണ്ടവരാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. ഈ തീർത്ഥാടനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്ത് ഒരു വലിയ ആത്മീയ ഉണർവുണ്ടാകാൻ ഈ തീർത്ഥാടനം കാരണമാകട്ടെ. ഇത് പ്രഥമ പനത്തടി സാന്റ് ജോസ് തീർത്ഥാടനമാണ്. നമുക്ക് വരും വർഷങ്ങളിലെല്ലാം ഈ തീർത്ഥാടനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. 5 ഫൊറോനകളുടെ സവിശേഷമായ പങ്കാളിത്തമാണ് ഈ തീർത്ഥാടനത്തിലുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് വെള്ളരിക്കുണ്ട്, കാഞ്ഞങ്ങാട് ഫൊറോനകളിലെ ആളുകൾ പടിമരുത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ 18-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9 മണിയോടുകൂടി എത്തിച്ചേരുകയും വിശുദ്ധ കുർബാനയുടെ ആരാധനയും ജപമാലയ്ക്ക് ശേഷം രാത്രി 11 മണിക്ക് പനത്തടിയിലേക്ക് തീർത്ഥാടനം ആരംഭിക്കുകയും ചെയ്യുക എന്ന രീതിയിലാണ്. 14 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. രാത്രി മുഴുവൻ ജപമാല ചൊല്ലി നടന്നാണ് നമ്മൾ തീർത്ഥാടനം നടത്തുന്നത്. രാവിലെ 4:30 മണിയോടുകൂടി നമ്മൾ പനത്തടിയിൽ എത്തിച്ചേരും. അരമണിക്കൂർ നേരത്തെ വിശ്രമത്തിന് ശേഷം 5 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് തീർത്ഥാടനം സമാപിക്കുന്നു എന്ന രീതിയിലാണ്. കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ പടിപ്പ് ഭാഗത്ത് ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ തീർത്ഥാടനമായിട്ട് പനത്തടിയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ പാണത്തൂർ ഭാഗത്തു നിന്നുള്ള ആളുകളും വെളുപ്പിന് 4 മണിയോടുകൂടി പനത്തടിയിൽ എത്തുന്നത് പോലെ തീർത്ഥാടനമായിട്ട് വരും. മാലോം ഫൊറോനയിലെ തീർത്ഥാടകർ 18-ാം തീയതി വൈകുന്നേരം മാലോം സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് തീർത്ഥാടനം ഒരു സംഘമായി പനത്തടിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അഭിമന്യ പിതാവും ബഹുമാനപ്പെട്ട ജനറാളച്ചന്മാരും ബഹുമാനപ്പെട്ട വൈദികരും പടിമരുത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നിന്ന് കാൽനടയായി ജപമാല ചൊല്ലി തീർത്ഥാടനത്തിൽ പങ്കുചേരും. പിതാവാണ് ഈ തീർത്ഥാടനത്തിന് നേതൃത്വം വഹിക്കുന്നത്. 19-ാം തീയതി യൗസേപ്പിതാവിന്റെ തിരുനാൾ ദിനം രാവിലെ 5 മണിക്കുള്ള വിശുദ്ധ കുർബാന അഭിമന്യ പിതാവാണ് അർപ്പിക്കുന്നത്. ഈ പറഞ്ഞ 5 ഫൊറോനകൾ മാത്രമല്ല, രൂപതയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരാം. അവർ പടിമരുത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലേക്ക് 18-ാം തീയതി വൈകുന്നേരം 9 മണിയോടുകൂടി വാഹനങ്ങൾ എത്തിച്ചേർന്നാൽ മതിയാവും. പ്രിയപ്പെട്ടവരെ, ഈ തീർത്ഥാടനം നമുക്ക് വലിയ ആത്മീയ ഉണർവിൻ്റെ അവസരമായിട്ട് മാറും. 18-ാം തീയതി പടിമരുതിൽ നമുക്ക് കുമ്പസാരിക്കാനും 2 മണിക്കൂർ നേരത്തെ ആരാധനയ്ക്കുള്ള സമയമുണ്ട്. കുമ്പസാരിച്ചൊരുങ്ങി ആത്മവിശുദ്ധിയോടുകൂടി നമ്മൾ നടത്തുന്ന ഈ തീർത്ഥാടനത്തിന് വലിയ ഫലം കർത്താവ് നമുക്ക് തരും. യൗസേപ്പിതാവിലൂടെ നമ്മുടെ ദേശത്തിന്, നമ്മുടെ ഇടവകകൾക്ക്, നമ്മുടെ അതിരൂപതയ്ക്ക് വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയുന്ന അവസരമാണ്. പ്രിയപ്പെട്ടവരെ, പ്രഥമ പനത്തടി സാന്റ് ജോസ് തീർത്ഥാടനത്തിലേക്ക് നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.